എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അപ്പം എൻ്റെ ബാക്കിലിരിക്കുകയാണ് എൻ്റെ പടയാളികൾ, ലെവന്മാർ. എൻ്റെ ബാക്കിലും ഉണ്ട്, എൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ഒരു പടയാളി. ഡുഡു. ഇതാണ് ഈ വീട്ടിലത്തെ 2 സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒന്ന് ഡൂഡു. ഇവിടെ ഈ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഡൂഡു ആൻഡ് വൺ മോർ രാജു. ഇതാണ് രാജു, രാജു ഭായ്, രാജു ഭായ്, രാജു ഭായ്. രാജു, ഡൂഡു എന്ത് കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണ്ടേ? രാജു, ഒരു കാര്യം പറയല്ലേ, ശ്രദ്ധിക്കണ്ടേ? മണ്ടതല തന്നെ ഫുൾ ഇറച്ചി എന്ന തലയിൽ. ഓക്കെ, ഈ 2 പേരെ കൂടാതെ വേറെ ഒരാൾ നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് സ്റ്റൈലൻ പേരാണ്. കാണിച്ചു തരാം. ഇതാ ഈ കിടക്കുന്ന ആളാണ് അമ്പിളി. അമ്പിളീന്ന് വിളിച്ച അമ്പിളി അപ്പം ചൊറിയാൻ തുടങ്ങുമേ. അപ്പം അമ്പിളിക്ക് ചൊറിയണം, കടിക്കണം, അതെല്ലാം ആയിരിക്കും അമ്പിളി ചെയ്യുക. അമ്പിളീന്ന് വിളിച്ച അപ്പം അമ്പിളിക്ക് ചൊറിയണം. അമ്പിളി കണ്ട, കടിക്കണം. ഇവളുടെ വിചാരം ഇവളാണ് ഇവിടുത്തെ മെയിൻ എന്ന്. ഇവളാണ് ഇവിടുത്തെ മെയിൻ. അത് ഇവള് നമ്മളെ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ, എന്താ പറയുക, അത് അവൾ നമ്മളെ അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മളെ അവൾ മാറ്റിയെടുത്തതാണ്. പുറത്ത് ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങൂല, കണ്ണടച്ച് കിടക്കും. വടിയും കൊണ്ട് ചെല്ലുമ്പോൾ കണ്ണിങ്ങനെ അടച്ചു കിടക്കും. അങ്ങനെ ഭയങ്കര സൂത്രം എന്ന് പറഞ്ഞാൽ 18 അടവല്ല, അതിൻ്റെ അപ്പുറം അടവുകൾ ഇവളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ചോറിയും കടിയൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം. അമ്പിളി, അമ്പിളിയേ, അമ്പിളിയേ, അമ്പുച്ചേ, അമ്പുച്ചേ. മതി, ഇങ്ങോട്ടൊന്ന് നോക്കുവോ, ചേച്ചീനെ നോക്കുവോ. ചച്ചു, ഇത് ഇവിടെ മാമനാ. ചച്ചു ഇവിടെ മാമനാണെങ്കിലും പെണ്ണുങ്ങളൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഇവന്മാർ ഫുഡൊക്കെ കഴിക്കൂല. അങ്ങനെ കുറച്ച് ഡീസൻ്റ് മാമനാ കേട്ടോ. നല്ല ഉത്തരവാദിത്തമുള്ള മാമനാ. പിണങ്ങും ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് മാമന്. അപ്പം നമ്മൾ 3 പേരെ പരിചയപ്പെട്ടു. ഇനിയുണ്ട് ഒരാളല്ല, കുറച്ച് പേരുണ്ട്. ഞാൻ പയ്യെ കാണിച്ചു തരാം. ബാ. ഇനിയാണ് ഇവിടുത്തെ മുതുമുത്തശ്ശി പാണ്ടുമാ. പാണ്ടുമയ്ക്ക് കുറേ വയസ്സായി, വയ്യാതായി. ഇത് ഈ മുഖത്ത് കാണുന്ന ഈ പാണ്ടു, അതൊക്കെ വെച്ചാൽ പണ്ട് ഇവിടെ പാമ്പുണ്ടായ സമയത്ത് പാമ്പിൻ്റെ അടുത്ത് ചെന്നതാ. പാമ്പ് ചീറ്റി കൊടുത്തു. പിന്നെ തൊട്ട് അവിടെ ഇങ്ങനെയായി. നമ്മൾ മരുന്നൊക്കെ കൊടുത്തു, പക്ഷെ അത് മരുന്നൊക്കെ അപ്ലൈ ആക്കി, പക്ഷെ പോകുന്നില്ല കേട്ടെ. പാണ്ടുമാ, എന്നേത് രാവിലെ ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് ഇതിപ്പോൾ മൈൻഡില്ലേ? ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് എന്നാ ഉറങ്ങിക്കോ. പിന്നെ ഇനി ഒരുത്തനും കൂടി ഉണ്ട്. അവനാണ് ഇവിടുത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവൻ ഭയങ്കര പാവുക. പക്ഷെ കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു അവൻ അമ്മേനെ കടിക്കാൻ ചെന്നു. അവനെ കണ്ടിട്ട് രാജു മാമൻ അവനെ കടിച്ചു കൊടുക്കുവാണ്. ചോറിനൊക്കെ കൊടുക്കുന്നുണ്ട് വൃത്തിയാക്കി രാവിലത്തെ. അവന് വയ്യ, അവന് ചൊറിയും കിഴങ്ങൊക്കെ അവന് പരിപാടി. ദൈവനാണ് അവൻ. ഹലോ, ഈ രാജുമാമൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആരെങ്കിലും കൊഞ്ചിക്കാൻ ചെല്ലുമ്പോൾ അവരെങ്ങനെ കടിച്ചു കൊടുക്കും. അത് നമ്മൾ കൊഞ്ചിക്കാൻ ചെല്ലില്ലല്ലോ. അങ്ങനത്തെ. രാവിലെ എല്ലാവരും കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും കടിച്ചും പിടിച്ചൊക്കെ എല്ലാം റെഡിയാവുക. അമ്പുസേ, അമ്പിളി,
എന്താ എന്തിരീ അമ്പിളി ഉണ്ണിയപ്പം തിന്നോ? രാവിലെ ഉണ്ണിയപ്പം തിന്നോ? ഓക്കെ. അപ്പോൾ ഇവനാണ് വേറെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവൻ പാവമാണ്, എന്നോടൊക്കെ പാവമാണ്. പക്ഷെ അമ്മേൻ്റെ ഒച്ചപ്പാട് സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ ദിവസം ഒച്ചയാക്കിക്കൊണ്ട് ചെന്നു എന്നാണ് പറഞ്ഞു. കുറച്ചുകൊണ്ട് ചെന്നു പോലും ഇവൻ. അതെല്ലാവരും അങ്ങനെയല്ലേ, കുറേ ശല്യം സഹിക്കാനാവാതാകുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെ ഇതാണ് അവൻ അന്ന് അമ്മേനെ കടിക്കാൻ തന്നെ. ഇവൻ പാവമാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നിയന്ത്രണമൊക്കെ ഇവൻ്റെ കയ്യിലാണ്. മാമന്മാരൊക്കെ വയസ്സായപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇവനാണെന്ന് ഞാൻ അറിഞ്ഞു അമ്മയുടെ അടുത്തുനിന്ന്. ഇനിയും ഒരാളുണ്ട്, അയാളുടെ പേര് പെണ്ണാച്ചി. അതൊരു പെണ്ണാണ്. അവള് വീട്ടിലങ്ങനെ നിൽക്കാറില്ല. എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ട്രാവലിംഗ് അവൾക്ക് ഇഷ്ടം. ഒരു ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വരും വീട്ടിലോട്ട്. ഡെയിലി വരും, പക്ഷെ രാവിലെ ഇപ്പം എവിടെയോ പോയേക്കുക. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവളാണ് ഉള്ളതിൽ കുറച്ച് ഡീസൻ്റായ ആളുകൾ. ഒരുപാട് യാത്ര ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കൾച്ചറെല്ലാം പഠിച്ച് അതിൻ്റേതായ ഒരു ഒരു എന്താ പറയുക, ഒരു പക്വത, ഒരു മെച്യൂരിറ്റി അവർക്കുണ്ട്. ഇവന്മാരെ പോലെയല്ല. ഇവന്മാർ ഈ വീടിൻ്റെ ചുറ്റുപാടത്തൊക്കെ നടന്നിട്ടുള്ള ശീലമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു ലോക്കൽ കൾച്ചർ മാത്രമേ ഇവർക്ക് വശമുള്ളൂ. പക്ഷെ അവളങ്ങനെയല്ല, ദൂരയാത്രകൾ പോകുന്ന ആളാണ്. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവരെ പോലെ ഒന്നുമല്ല ആൾ, കുറച്ച് ഡീസൻ്റാണ്. നല്ല ചുരുണ്ട വാലും നല്ല ഉരുണ്ട ബോഡിയൊക്കെ ആയിട്ട്. പക്ഷെ പേര് മാത്രം പെണ്ണാച്ചി എന്നായിപ്പോയി. അത് എൻ്റെ അനിയത്തി ഇട്ട പേരാണ്. അമ്പിളി, രാജു, ഡൂഡു എൻ്റെ അമ്മ ഇട്ട പേരാ. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പേര് കിട്ടിയില്ല, അതുകൊണ്ട് അവൻ അങ്ങനെ ഇട്ടു. പിന്നെ പാണ്ഡുവിന് പേരിട്ട ഞാനാ. പാണ്ഡൂസ് ജനിച്ച സമയത്ത് പാണ്ടക്കുഞ്ഞിനെ പോലെ ഉണ്ടായിരുന്നു, മൂക്കിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് സാധനം ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിട്ട പേരാ പാണ്ഡുന്ന്. പാണ്ടൻ്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ എൻ്റെ ഭടന്മാർ. എങ്ങോട്ട് പോയാലും പുറകെ വരികയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ കാര്യസ്ഥന്മാർ ഇവരൊക്കെയാണ്. അപ്പം ഇവരെ വെച്ചുകൊണ്ട് തന്നെയുള്ള ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ബൈ.